ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇറങ്ങിയ ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റുമോ, നാട്ടിൽ നിന്ന് നേഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ, ഇവിടെയുള്ളവർക്ക് ഇനി വേറെ വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ, പിൻ നമ്പർ ഇട്ടു അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു ചെറിയ വീഡിയോയിൽ ഞാനിത് പറയാം. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ. കാരണം ഇത് ചെയ്തത് വലിയ വീഡിയോ കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയി പോകും, പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ വീഡിയോ ഞാനിത് പറഞ്ഞു തരാം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ജൂലൈ 22 ശേഷം 6131 കോഡ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 6131 കോഡിലുള്ളവർക്ക് അവരുടെ ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ ഒരു നിയമത്തിലൂടെയാണ് ഗവൺമെൻറ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അതായത് 6131 കോഡിലുള്ളവർക്ക് ജൂലൈ 22 ശേഷം അവരുടെ ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റും. ഇനി ഇങ്ങോട്ട് ഒരു നേഴ്സായിട്ട് വന്ന് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് വരാം, നിങ്ങളുടെ ജോലി ചെയ്യാനൊക്കെ സാധിക്കും, കുഴപ്പമില്ല. പക്ഷേ അതെല്ലാം RQ ലെവൽ 6 മാറ്റിയിരിക്കുകയാണ്, സ്കിൽഡ് വർക്കർ വിസയിലോട്ട്. അതായത് ഈ പറയുന്ന BSc നേഴ്സിനെ മാത്രം പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇപ്പോഴുള്ള നിയമം വെച്ചിരിക്കുന്നത്. അതായത് BSc നേഴ്സായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, അത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ പെടുന്നതാണ്. അത് സ്കിൽഡ് വർക്കർ വിസയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. സോ അങ്ങനെയുണ്ട്. RQ ലെവൽ 6 മുകളിലാണ് ഈ BSc നേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വരാൻ പറ്റും, റിക്രൂട്ട്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ വരാൻ പറ്റും, അവർക്ക് ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഉള്ളവർക്കും ഡിഫൻസിനെ കൊണ്ടുവരാൻ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. നേരത്തെ ഈ പറയുന്ന GNM നേഴ്സിനെല്ലാം ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നു, പക്ഷേ GNM നേഴ്സിലൊക്കെ ഇപ്പോൾ RQ ലെവൽ 5 അവർ താഴ്ത്തിയേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അവർക്കൊക്കെ ഇനി ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നു. ടെമ്പററി ഷോർട്ടേജ് വിസയിലോട്ടും എല്ലാം മാറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ടെമ്പററി ഷോർട്ടേജ് വിസ അല്ല, അതായത് ലോ സ്കിൽഡ് ജോബിൻ്റെ ലെവലിലോട്ട് താത്തുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ GNM നേഴ്സിനെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഈ പറഞ്ഞ RQ ലെവൽ 6 മുകളിലുള്ളതാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നതും അവർക്ക് ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നതും. പിന്നെ PR-ലും കൂടുതൽ എനിക്ക് തോന്നുന്നു സപ്പോർട്ട് അവർ കൊടുക്കുന്നതും ഈ പറഞ്ഞ RQ ലെവൽ 6 മുകളിലുള്ള പിന്നെ BSc നേഴ്സായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. PR ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല, അതൊരു അടുത്ത അപ്ഡേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെയായിട്ട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അത് വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ നിലവിലുള്ളവർക്ക് അവരുടെ ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ നിയമം അനുസരിച്ച്, ഇവിടുത്തെ നിയമം അനുസരിച്ച് ഈ പറയുന്ന 2024 മാർച്ച് 15 മുന്നേ ഉള്ള നിയമങ്ങൾ ഏതാണോ നിങ്ങൾക്ക് തുടരുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ഡിഫൻസിനെല്ലാം കൊണ്ടുവരാൻ പറ്റും. അതായത് 2024 മാർച്ച് 11 മുന്നേ ഉള്ള നിയമത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ അവർക്ക് അവരുടെ ഡിഫൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതിന് ഒരു കുഴപ്പമില്ല, കൊണ്ടുവരാൻ പറ്റും, ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. ആ ഒരു കാറ്റഗറിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അറിയിക്കും, അപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളവർക്ക് വിസ സ്വിച്ച് ചെയ്യുന്നതിനോ 2028 ജൂലൈ 22 വരെ വിസ സ്വിച്ച് ചെയ്യുന്നതിനോ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2028 ജൂലൈ 22 വരെ നിങ്ങൾക്ക് വിസ സ്വിച്ച് ചെയ്യാം, റിന്യൂ ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞുള്ള ശേഷം ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം അടുത്ത റീഫോം പാർട്ടിയാണ് വരുന്നത്. 2022 ശേഷം റീഫോം പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 99% റീഫോം പാർട്ടി തന്നെയാണ് വരുന്നത്. അവരുടെ വോട്ട് ഷെയർ ഭയങ്കര രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമുള്ള കാര്യമൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2028 ജൂലൈ 22 വരെ നിങ്ങൾക്ക് പിന്നെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുമോ, വിസ റിന്യൂ ചെയ്യുമോ, വേറെ വിസയിലേക്ക് സ്വിച്ച് ചെയ്യുമോ, ഇൻ കൺട്രി സ്വിച്ച് ചെയ്യും, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സാധിക്കും, കുഴപ്പങ്ങളും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു കരാർ UK ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇവിടെ വേണ്ട ജോലികളെല്ലാം ചെയ്തോളും. അതായത് അവർക്ക് PR-ൻ്റെ പ്രശ്നം വരുന്നില്ല, അവരിവിടെ വന്ന് വലിയ അലമ്പ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യും, പണി ചെയ്യും, അവർ തിരിച്ചു പോകും, വീണ്ടും അവർക്ക് വിസ പുതുക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ മുംബൈ പോകത്തില്ലേ, അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഡൽഹി പോകുന്ന ദൂരം, അത്രയും സമയത്ത് ദൂരമുള്ളവർക്ക് ഇവിടുന്ന് അവരുടെ നാട്ടിലോട്ട് പോകുന്നതിന് അവർക്ക് വലിയ ചിലവില്ല. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കും, അവരുടെ കാര്യങ്ങൾ നടക്കും. സോ അങ്ങനെയുള്ളതുകൊണ്ട് അവരെ കൂടുതലായിട്ട് പരിഗണിക്കാനാണ് ഈ പറയുന്ന ഗവൺമെൻറ് എന്താണ് യൂറോപ്യൻ യൂണിയനായിട്ട് വീണ്ടും അവരെ ഒരു സന്ധി ചേർന്നവരെ വീണ്ടും ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. നമുക്കറിയാം ബ്രെക്സിറ്റ് എടുത്ത് കളയുന്നു കൊണ്ടുവരുന്നത് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം മെയിനായിട്ട് മനസ്സിലായത്. അപ്പോൾ ഏഷ്യക്കാരെ കൂടുതൽ കുറയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഏഷ്യക്കാരെ ഇങ്ങോട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി സ്കില്ലായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അവർക്ക് ഇവിടെ വരാം, അവർക്കിവിടെ ജോലി ചെയ്യാം, അവർക്ക് ഡിഫൻസിനെ കൊണ്ടുവരും, എന്ത് വെള്ളം കാണിക്കാം, PR ഇതൊന്നും അതെല്ലാം തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് ഗവൺമെൻറ്. PR-ൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഇങ്ങോട്ട് ഡിഫൻസിനെ കൊണ്ടുവരുന്ന കാലത്താണെങ്കിലും ഇങ്ങോട്ട് വിസയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ ഗവൺമെൻറ് വലിയ സപ്പോർട്ടാണ്. ഹൈലി സ്കില്ലായിട്ടുള്ള ആൾക്കാർ, ഹൈലി സ്കിൽഡ് ജോബിൽപ്പെട്ട ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈ പറയുന്ന ടാക്സ് നല്ല രീതിയിൽ കിട്ടും. അതാണ് വലിയ ഗുണം. ഇവരുടെ എല്ലാം ശമ്പളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000, 50,000, 60,000 മുകളിലാണ്. അപ്പോൾ അത്രയും മുകളിലുള്ള ശമ്പളമുള്ളവർക്ക് ഗവൺമെൻറ് നല്ല രീതിയിൽ ടാക്സ് നല്ല രീതിയിൽ കിട്ടും, അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് എടുക്കും, UK ലൈഫിനെ ഏറെക്കുറെ നല്ല രീതിയിൽ മുൻപോട്ട് പോകും. അത് എക്കോണമിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതാണ് ഈ ഹൈലി സ്കിൽഡ് ജോബിൽപ്പെട്ട ആൾക്കാർക്ക്. അവർക്ക്
ഇപ്പോഴും ഒരു തടസ്സമില്ല, എപ്പോഴും അവർക്ക് ഇങ്ങോട്ട് വരാം. ബാക്കിയുള്ളതിനെല്ലാം എടുത്താണ് ഈ ലോ സ്കില്ല് ജോബിലോട്ട് ഇവർ തട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട്. അതായത് ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്, ഫിഷ് മാർക്കറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഫുഡ് ഡെലിവറി ബോയ്സ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. റിയൽ എസ്റ്റേറ്റ് പരിപാടി ചെയ്യുന്ന ആൾക്കാർ. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ വേറെ ചെയ്യാം. അതിനകത്ത് കുറേ കാറ്റഗറി ഉണ്ട്. ഈ പറയുന്ന 111 180 ജോബുകൾ, അതിൻ്റെ കാറ്റഗറി ഞാൻ പിന്നെ ചെയ്യാം. അതിലാണ് പറഞ്ഞാൽ ലോങ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം തന്നെ എന്താ പറയുക, ഒരു അടിയാണ് തലക്കിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ച്, നേരത്തെ നിയമം, അതായത് 2024 മാർച്ച് 15 മുന്നേ ഉള്ള നിയമം അനുസരിച്ച് വിസയിലുള്ളവർക്ക് അവരുടെ ഡിപ്പെൻസിനെ കൊണ്ടുവരാനും ഒക്കെ പറ്റും. കുഴപ്പമൊന്നുമില്ല. നിലവിലുള്ളവർക്ക് വിസ സ്വിച്ച് ചെയ്യാം, കുഴപ്പമില്ല. സ്കിൽഡ് വർക്കിൽ വിസപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ജനറൽ നേഴ്സിംഗ് അല്ല, GNM നേഴ്സല്ല. അത് ഇനി മുതൽ തന്നെ മുൻപോട്ട് BSc നേഴ്സായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതാണ് അവർ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തിലുള്ള ഈ നിയമമാറ്റത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതനുസരിച്ച് പറ്റുന്ന പോലെ റീപ്ലൈ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്താണെന്നൊക്കെ വെച്ച് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ. ഓക്കെ.